ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ടുകൾ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ശാപങ്ങളായിട്ട് മാറാറുള്ളപ്പോൾ ഇന്നൊരു സെക്കൻഡ് പാർട്ട് സിനിമ കണ്ടു. വളരെ മനോഹരമായി എടുത്തു വെച്ചിരിക്കുന്ന ഫാന്റസിയും ഫോക്ക് കഥകളും നല്ല നാടോടി കഥയും ഇടചേർന്ന് എങ്ങനെ ഒരു സിനിമ എടുക്കാമെന്ന് നമ്മളെ കാണിച്ചു തന്നൊരു സിനിമ. അതെ, ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കന്താര, അതിൽ നമ്മൾ കണ്ട അതേ ഋഷഭ് ഷെട്ടി, അദ്ദേഹം ഇന്ന് ഡയറക്ഷനും ആക്ടിങ്ങും എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാം എന്ന് നമുക്ക് വീണ്ടും കാണിച്ചു തന്നു. നമ്മുടെ പണ്ട് മലയാള സിനിമയിലെ ലെജൻഡറി ആക്ടറായിട്ടുള്ള ബാലേന്ദ്ര മേനോൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന അതേ ഇതിലോട്ട് തന്നെ അദ്ദേഹം വീണ്ടും നമ്മളെ എത്തിച്ചിരിക്കുന്നു. തന്റെ ഡയറക്ഷനിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല, എന്നാൽ ആക്ടിങ്ങിലും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആ രീതി 100% രണ്ട് ജോലിയും ഒരുപോലെ പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സിനിമ, അതാണ് കന്താര. കന്താര ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെറും ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനോട് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ കന്താര ചാപ്റ്റർ 1 ദ ലെജൻഡ് എന്നുള്ള സിനിമ ശരിക്കും യോജിച്ച് ഇരിക്കുന്നത് ഒരു ഫാന്റസി കഥയോട് ചേർന്നിട്ടാണ് കേട്ടോ. കർണാടക ഫോക്ക് കഥ, എന്നാൽ നാടോടി കഥകളിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് തുടങ്ങിയ ഒരു കന്താര യൂണിവേഴ്സ് അല്ലെങ്കിൽ കന്താര സീരീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ഇനി ഒരു തേർഡ് പാർട്ട് കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് കഥ നിർത്തുന്നത്. അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്റർ 1 പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായി എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. VFXന്റെ ഇതിന്റെ കൂടെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു മാർവൽ ആയിട്ടുള്ള സിനിമ, ഒരു മനോഹരമായിട്ടുള്ള സിനിമ എടുക്കാമെന്ന് നമുക്ക് ഋഷഭ് ഷെട്ടി കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സിനിമ. ഏകദേശം ഋഷഭ് ഷെട്ടി പറഞ്ഞ പോലെ തന്നെ 1000 കോടി കളക്ട് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഇന്ത്യൻ സിനിമ തന്നെയാവാൻ പോവുകയാണ് കന്താര. വളരെ മനോഹരമായ ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ കാട്ടിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആദിവാസികൾ അല്ലെങ്കിൽ ആ കാട്ടിൽ താമസിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു, അവരുമായിട്ട് എങ്ങനെ ഒരു നാടോടി കഥകൾ ഇഴചേർന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു നാട്ടുവാസി, ഒരു രാജവംശം എങ്ങനെ അവരുമായിട്ട് ഇഴചേരുന്നു എന്നൊക്കെ ഉള്ളത് കാണിച്ചു തന്നിരിക്കുന്നതാണ് ഈ കഥ. എന്താ പറയണ്ടേ, ദൈവികതയും നാടോടി കഥയും ഒരുമിച്ച് സംയോജിപ്പിച്ച് അദ്ദേഹം ഒരു മനോഹരമായ ഒരു കലാവിരുത് തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ ഒരുക്കി തന്നിരിക്കുന്നത്. ഈ സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റും ഫൈറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചെയ്തിരിക്കുന്നവരെ നമ്മൾ കൈകൂപ്പി കുമ്പിടണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് മനോഹരമായി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ലോക നമുക്കൊരു പ്രത്യേക കാഴ്ചപ്പാടിലോട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചെങ്കിൽ ഒരു നാടോടി കഥയെ എങ്ങനെ വിജയം കൊള്ളാം എന്ന് ഋഷഭ് ഷെട്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പം ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് വിലമതിക്കാനാവാത്ത ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ സിനിമ തരാൻ പോകുന്നത്. എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞല്ലോ, അതിൽ ആ കാട്ടിലും ആ വന്യജീവികളെയും പിന്നെ എങ്ങനെ നമുക്ക് ഓരോ VFX ഒക്കെ ചേർത്ത് എങ്ങനെ എന്താ പറയണ്ട ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെ. ഫൈറ്റ് സീക്വൻസുകൾ അതിലൊക്കെ പല VFX ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മനോഹരമായി തന്നെ ഇത് ചെയ്യണം. അതേപോലെ ലൊക്കേഷൻസുകളൊക്കെ എന്താ പറയണ്ട മാർവലസ് ആയിട്ടുള്ള ലൊക്കേഷൻ സെലക്ഷൻസ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. പിന്നെ ആക്ടിങ്, ഋഷഭ് ഷെട്ടി കന്താര 1 എങ്ങനെയാണോ ക്ലൈമാക്സിൽ ആക്ട് ചെയ്തത് അതിന്റെ ഡബിൾ എഫക്റ്റിലാണ് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനോട് പൂർണ്ണമായി അദ്ദേഹം നീതി പുലർത്തിയും എന്താ പറയണ്ടേ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം പ്രിയപ്പെട്ട നടനായിട്ടുള്ള ജയറാമേട്ടന്റെ അഭിനയമൊക്കെ നമുക്ക് ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ അഭിനയത്തെ നമുക്ക് എന്താ പറയണ്ട ഈ അടുത്ത് അദ്ദേഹം ഇത്രയും നന്നായിട്ട് ഇത്രയും വ്യത്യസ്തമായ ഒരു റോളും ഇത്രയും ഗാംഭീര്യത്തോടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരമായ അഭിനയം. പിന്നെ ട്വിസ്റ്റുകൾ ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റുകളാണ് കേട്ടോ ഈ സിനിമ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളും ഒക്കെ നല്ല രീതിയിൽ ഇഴചേർത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. അപ്പം നിങ്ങൾ എന്തായാലും പോയി തിയേറ്ററിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ ഇവിടെ നിർത്തുന്നു.